ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ബലി ഇട്ട് കഴിഞ്ഞ് പിതൃബലി ഇട്ട് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കളുടെ അനുഗ്രഹം ഉറപ്പാണ്. അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പിന്നെ ബലിയിട്ട് കഴിഞ്ഞ് അടുത്ത് വരുന്ന കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്യേണ്ട ലളിതമായ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞുതരാം. അതൊക്കെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പിതൃക്കളുടെ അനുഗ്രഹം ഉറപ്പാണ്. ബലി ഇട്ട് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നറിയോ? ബലി ഇട്ട് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പുണ്യം ഉണ്ടാകുക. പിതൃക്കൾക്ക് വേണ്ടി ബലി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുണ്യപ്രവർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുണ്യപ്രവർത്തി ചെയ്ത് കഴിയുമ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഇതൊക്കെ നമുക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോണം. അതുകൊണ്ടാണ് ബലി ഇട്ട ശേഷം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ട ലളിതമായ ചില കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം വായലച്ചത്. ഇന്ന് പിതൃബലിയെക്കുറിച്ചുള്ള ഇത് 3ാമത്തെ വീഡിയോ. ഇത്രയും വായലച്ച് ഇത്രയും പറഞ്ഞു തന്നത് ഈ ഒരു പുണ്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. ബലി ഇട്ട് കഴിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ പിതൃക്കളുടെ അനുഗ്രഹം ഉറപ്പാണ്. ആ പുണ്യം നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ജീവിതം മാറാൻ പോകുകയാണ്. ഈ ബലി ഇടാൻ പറ്റാത്തവർക്കും ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ബലി ഇടുന്നവർ ബലി ഇട്ട ശേഷം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചെയ്യേണ്ട ലളിത കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതം മാറാൻ പോവുകയാണ്. നമ്മളൊരു ഒരു പുണ്യം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. നാളെ ബലി ഒരു പുണ്യപ്രവൃത്തിയാണ്. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടും, ദേവതകളുടെ അനുഗ്രഹം കിട്ടും, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടും. ആ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തിക്കോണം. ഇതിപ്പോ ഞാൻ അടുത്ത കുറെ നാൾ കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിത് ഇപ്പോൾ തന്നെ അറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടായി വരും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഈ ബലി ഇട്ട ശേഷം മാത്രമല്ല, ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്നും ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ എന്ന് കണ്ടാലും നിങ്ങളുടെ ജീവിതം അത് മാറാൻ ഉപകരിക്കും. ഒരു സംശയവും വേണ്ട. എന്നും ചെയ്യാവുന്ന ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ എന്ന് കണ്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങളൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഈ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ രീതി കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ ഒരു വഴിപാട് ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോഴേ മാറ്റം ഉണ്ടാവും. അതൊക്കെ അവനവൻ്റെ ഭക്തിയും വിശ്വാസവും പോലെ ഇരിക്കും. പിന്നെ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം. വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി ഇരിക്കുന്നവർ പട്ടിണി കൊണ്ട് മൂട്ടയിടത്തേ ഉള്ളൂ. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. ഇതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഒരു വർക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളത് ചെയ്താൽ മതി, അല്ലാത്തൊരു ചെയ്യേണ്ട. അത്രയേ ഉള്ളൂ. വേറെ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ വാഹനവും വലിയ വലിയ സാമ്പത്തികവും അപാരമായ സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വഴിയെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ആവശ്യമുള്ളവർ എല്ലാം മനസ്സിലാക്കി ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം അറിയാനുണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് എൻ്റെ വാട്സാപ്പിൽ ഇട്ടാൽ എൻ്റെ ശ്രദ്ധയപ്പെടുകയാണ്. എനിക്കറിയാൻ നല്ല കാര്യം ഞാൻ പറഞ്ഞുതരും. അതിന് ഫീസൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ബലി ഇട്ട ശേഷം, ഇപ്പം പിതൃബലി ഇട്ട ശേഷം നിങ്ങൾ ഓം അഗസ്ത്യായ നമാന്ന് ജപിക്കുക കൊണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതായത് നിങ്ങളുടെ വീട്ടിൽ വന്നാണെങ്കിൽ വീട്ടിൽ വന്ന് തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം, നല്ല വെള്ളം കുടിക്കുക. ഇത് ചെയ്യണം. അതായത് പിതൃബലി ഇട്ട് കഴിഞ്ഞ് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ പിതൃബലി ഇട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വെച്ചോ വീട്ടിൽ വന്നോ എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. പിതൃബലി നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ ഓം അഗസ്ത്യായ നമ, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ജപിച്ചാൽ മതി. ഓം അഗസ്ത്യായ നമാന്ന് ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ കൊണ്ട് ഒരു തവണ ഉച്ചരിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നല്ല വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം. അത് ചൂടുവെള്ളം ആണെങ്കിലും കൊള്ളാം. പിന്നെ പച്ചവെള്ളം ആരും കുടിക്കത്തില്ല, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കത്തുള്ളൂ. പിന്നെ ചായയോ ആ വെള്ളമാണേലും കൊള്ളാം, അല്ലെങ്കിൽ ചൂടുവെള്ളമാണേലും കൊള്ളാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമാണേലും കൊള്ളാം. അങ്ങനെ ഏത് വെള്ളമാണേലും നല്ല വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം. ഇത് നിങ്ങളൊന്ന് ചെയ്താട്ടെ.
ഇനിയും ഇത് മാത്രമല്ല, ഈ പിതൃബലി ഇട്ട് ഇപ്പോൾ ബുധനാഴ്ചയാണ്, പിതൃബലി കഴിഞ്ഞു. നിങ്ങൾ അന്ന് വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. ഇത് പിതൃബലിക്ക് മുമ്പും ഞാൻ പറഞ്ഞിരുന്നു, അതിൽ കാര്യമുണ്ട്. പിതൃബലി കഴിഞ്ഞും ചെയ്യണം. വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് തെളിയിച്ച്, ഭഗവാനെ എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഐശ്വര്യങ്ങളൊക്കെ നൽകണേ, പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും. കാരണം നിങ്ങളൊരു പുണ്യം ചെയ്തിട്ടിരിക്കുക. നിങ്ങൾ പിതൃക്കൾക്ക് ബലിയിടുന്ന വലിയ പുണ്യകാര്യമാണ്. അത് കഴിഞ്ഞ് ചെയ്യുന്ന ഏത് വഴിപാടും പെട്ടെന്ന് ഫലമുണ്ടാവും. ഗുരുക്കന്മാരും അനുഗ്രഹിക്കും, ദേവന്മാരും അനുഗ്രഹിക്കും, പിതൃക്കളും അനുഗ്രഹിക്കും, സർവ്വ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പം വൈകുന്ന പാട് പറ്റുന്നവർ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് തെളിയിച്ച്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച്, ഭഗവാൻ എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, ആരോഗ്യ, സമ്പൽ സമൃദ്ധി എന്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കണം. ആയുസ്സും ആരോഗ്യം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമുണ്ടോ? അത് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കണം. എനിക്ക് ജീവിക്കാനുള്ള സമ്പത്ത്, ഐശ്വര്യങ്ങളെ, ആരോഗ്യ, സമ്പൽ സമൃദ്ധി, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് ഉണ്ടാകണേ. അമ്മയെ പാർവ്വദേവി ആദ്യം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് നെയ്വിളക്ക് അവിടെ വെക്കുക, കത്തിച്ചു വെക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് ഇത് നിങ്ങൾ ചെയ്യുക. പിന്നെ ബുധനാഴ്ച പിതൃബലി ഇട്ട് കഴിഞ്ഞ്, ബുധനാഴ്ചയാണ് ഇട്ട് കഴിഞ്ഞ് വരുന്ന, ബുധനാഴ്ച കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഈ 3 ദിവസങ്ങളിൽ വൈകുന്ന പാട് വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ അല്ലെ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. രാവിലെ അല്ല വൈകുന്ന പാട്. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ പിതൃബലി ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഇത്രയും ദിവസം ഞാൻ വായലച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ പുണ്യം ശരിക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ വായലച്ച്, ഒന്നാമത് എനിക്ക് പെടലിക്ക് പ്രശ്നങ്ങളുണ്ട്, എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നടുവിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വളരെ സ്ട്രെയിൻ ചെയ്താണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പം അതിനൊരു ഫലം കിട്ടാൻ പോവുക. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് അത്. അപ്പം ഇതുകൂടെ ചെയ്യുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങൾ പിതൃബലി കഴിഞ്ഞാൽ തൊട്ട് നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഗുരുചരണം ശരണം എന്ന് ജപിച്ചോണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പുണ്യം ചെയ്തിരിക്കുക. ഈ പുണ്യം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. നമുക്കൊരു പുണ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. പിതൃബലി ഇടുന്ന ഒരു പുണ്യമാണ്. അത് കഴിയുമ്പോൾ തൊട്ട് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ അന്ന് വൈകിട്ട് മുതൽ ഗുരുചരണം ശരണമെന്ന് വാഗൊണ്ട് ജപിക്കണം, മനസ്സിലും ജപിക്കണം, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. ഇതിങ്ങനെ ഒരു ദിവസം തന്നെ പലതവണ ആവർത്തിക്കണം. പിന്നെ ഗുരുക്കന്മാർ നിങ്ങളെ വഴി കാണിച്ചോളും. ഈ പുണ്യത്തിൽ നിന്ന് തുടങ്ങുക മാറ്റം. പിന്നെ ഗുരുക്കന്മാർ നിങ്ങളെ നയിച്ചോളും. ഇത് ലോകത്തിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, ഒരു ഭാഷയിലും ഒരിക്കലും ഒരു വ്യക്തിയും പറഞ്ഞു തരത്തില്ല ഈ ഒരു രഹസ്യം. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്കൊരു സ്വാർത്ഥതയില്ല, ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഈശ്വരനെ അറിയണം. ഗുരുക്കന്മാരുടെ, സദ്ഗുരുക്കന്മാരുടെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ആ നന്മകൾ ഉണ്ടാകണം എന്ന് ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് വേറൊരു ഉദ്ദേശവുമില്ല. ഇത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ മാറ്റം ഉണ്ടാകും. പിന്നെ ഇനി ശ്രദ്ധിച്ച് കേട്ടോളുക. നമ്മളിപ്പം പിതൃബലി ഇട്ടു. ഇനിയും വരുന്ന വ്യാഴാഴ്ചകളെ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ സാധാ മാസത്തിൽ 4 വ്യാഴാഴ്ചയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മാസത്തിൽ ഒരു വ്യാഴാഴ്ച ചെയ്താലും മതി, അല്ലെങ്കിൽ പറ്റുന്നവർ 4 വ്യാഴാഴ്ചയും ചെയ്യാം. ഇനി മാസത്തിൽ ഒരു വ്യാഴാഴ്ച ചെയ്താലും മതി. ഈ പിതൃബലി ഇട്ട് കഴിയുമ്പം പിന്നെ വരുന്ന ഓരോ മാസവും നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ഇന്നവർ ചെയ്യണമെന്ന് ചെയ്യണ്ടെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരിക്കലെടുക്കുക വ്യാഴാഴ്ചകൾ ഒരിക്കലെടുത്തിട്ട് മാസത്തിൽ ഒരു വ്യാഴാഴ്ച ചെയ്താലും മതി. അല്ലെങ്കിൽ പറ്റുന്നവർക്ക് 4 വ്യാഴാഴ്ചയും വേണം ചെയ്യുക, അല്ലെ ഒരു വ്യാഴാഴ്ച ആണെങ്കിലും മതി. അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരിക്കലെടുക്കുക. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ചപ്പാത്തി കഴിക്കാം, പിന്നെ വെള്ളം കുടിക്കാം, അരി ചേരാത്ത ആഹാരം കഴിക്കാം. ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കാം, വെള്ളം കുടിക്കാം. വൈകുന്ന പാട് അരി ചേരാത്ത ആഹാരം, ചപ്പാത്തിയോ എന്തെങ്കിലും, വെള്ളം കുടിക്കാം. അങ്ങനെ ഒരിക്കലെടുത്തിട്ട് അന്ന് നിങ്ങൾ എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യണം. ഏതെങ്കിലും നല്ല ദാനധർമ്മമോ, ഇപ്പം ഏതെങ്കിലും ആളുകൾ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, പൊതിച്ചോട് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കും നിങ്ങളെ കൊണ്ട് അവിടുത്തെ പുനരുദ്ധാരണത്തിന് പറ്റുന്നത് ചെയ്യുക. അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുണ്യപ്രവർത്തി ചെയ്യുക ഈ വ്യാഴാഴ്ച. പിന്നെ വ്യാഴാഴ്ച ഒരിക്കലെടുക്കുമ്പോൾ അന്ന് ഉച്ചയുറക്കം പാടില്ല. നമ്മൾ അഹങ്കാരം പറയരുത്, പൊങ്ങച്ചം പറയരുത്, ആരെയും കളിയാക്കരുത്, ആരെ മനസ്സുകൊണ്ട് പോലും ദുഷിക്കരുത്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രങ്ങളിലൂടെ ജപിക്കുക. ഇടയ്ക്ക് പ്രാർത്ഥിക്കണം,
ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഈ മന്ത്രങ്ങൾ വാഗൊണ്ടും മനസ്സുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ജപിക്കാം. എന്നിട്ട് ഇങ്ങനെയും കൂടെ പ്രാർത്ഥിക്കണം: എൻ്റെ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും ഈശ്വരീയമായ സദ്ഗതി വിഷ്ണുപാദത്തിൽ സായുജ്യം നൽകുമാറാകണേ, ഈശ്വര കരുണ ഉണ്ടാകണേ, നന്ദി, മഹത്വം എന്നിടയ്ക്ക് പ്രാർത്ഥിക്കണം. ഓം നമോ നാരായണായ ജപിച്ചു, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചു. ഇത് മാസത്തിൽ ഒരു വ്യാഴം ചെയ്താലും മതി. നിങ്ങൾ പറ്റുന്ന പോലെ ആവർത്തിക്കുക. ഇനിയും മരുന്നൊക്കെ കഴിക്കുന്നവരാണ്, ആരോഗ്യസ്ഥിതി അനുകൂലമല്ല, നിങ്ങൾ വ്രതം എടുക്കണ്ട, ഒരിക്കലും എടുക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇതും കൂടി നിങ്ങൾ ചെയ്യുക. ഇത് പരമപുണ്യമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളിപ്പം ബുധനാഴ്ച പിതൃബലി ഇട്ട് കഴിഞ്ഞ് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ദാനധർമ്മങ്ങളോ ഒരു പുണ്യപ്രവൃത്തിയും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. വളരെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. പറ്റുന്ന പോലെ ചെയ്താൽ മതി. ആർക്കെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് നല്ലതാണ്. പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ. പിന്നെ ഈ വൃക്ഷലതാദികൾക്ക് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ്. ബലി കഴിഞ്ഞു ഏതെങ്കിലും പുണ്യപ്രവൃത്തികളിലൂടെ അന്ന് ചെയ്തില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ചെയ്താലും മതി കേട്ടോ. അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് പിന്നെ ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങുകയാണ്. കാരണം ഈ സമയം അങ്ങ് പ്രയോജനപ്പെടുത്തിക്കോണം. അല്പം പുണ്യം നമ്മളിലേക്ക് വരുമ്പോൾ അതങ്ങ് പ്രയോജനപ്പെടുത്തിക്കോണം. പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ആ ഒരു തകർച്ചകൾ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ഥിരമല്ല, അസ്ഥിരയാണ്. നമ്മുടെ കൂടെ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല മഹാലക്ഷ്മി. അതിനൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ അടുത്ത് തന്നെ കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ കൂടെ വെച്ചാൽ മതി. ആ വീട്ടിൽ സമ്പത്തും ഐശ്വര്യം സ്ഥിരമായിട്ട് നിൽക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ കുറെ പുണ്യം സമ്പാദിച്ചു കഴിഞ്ഞു. അത് പറയാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്നത് ബലി ഇട്ട് കഴിഞ്ഞായിരിക്കാം ചിലർ കേൾക്കുന്നത്. ചിലരിപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ കേൾക്കും, ബലിക്ക് മുമ്പ് കേൾക്കും. എന്തായാലും നിങ്ങൾ അതിന് തയ്യാറായിരിക്കുന്നു. നിങ്ങൾ ആ പുണ്യം നിങ്ങളിലേക്ക് വന്നു തുടങ്ങി. ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെക്കുമ്പോൾ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അസ്ഥിരയാണ്, സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ അടുത്ത് തന്നെ ഒരു കൃഷ്ണന്റെയോ വിഷ്ണുവിൻ്റെയോ ഫോട്ടോയും കൂടി വെക്കണം. 2 ഫോട്ടോയ്ക്കും കർപ്പൂരം കാർത്തിക്കണം രാവിലെ വൈകിട്ടും. സമ്പത്ത് സ്ഥിരമായിട്ട് നിൽക്കും എന്നുള്ളതാണ്. യാതൊരു സംശയം വേണ്ട. വളരെ ഐശ്വര്യകരമായിട്ട് തന്നെ ആ വീട്ടില് സമ്പത്ത് നിൽക്കും എന്നുള്ളതാണ്. ഇനി ബലി ഇടാൻ പറ്റാത്തവർ എന്നോട് വാട്സാപ്പിൽ കുറെ പേര് ചോദിച്ചായിരുന്നു, സാറേ ഞങ്ങൾ ഗൾഫിലാണ്, ഞങ്ങൾക്ക് ബലി ഇടാൻ പറ്റത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ബലിയുടെ ദിവസം രാവിലെ കുളിച്ചീറനോടെ കുളിമുറിയിൽ കയറുക. ഇടതുകാലം വെച്ച് കാരണം കുളിമുറിയിലോട്ട് അത് അവിടുത്തെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കുളിമുറിയിൽ കയറി കുളിച്ചീറനോടെ വസ്ത്രം ഉടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈകൂപ്പി ഓം നമോ നാരായണയ എന്ന് വാഗൊണ്ട് 3 തവണ ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 3 തവണ ജപിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള അഖില പിതൃക്കൾക്കും, എല്ലാ പിതൃക്കൾക്കും വിഷ്ണുപാദത്തിൽ സായുജ്യം നൽകുമാറാകണേ ഭഗവാനെ, കരുണ ഉണ്ടാകണേ ഭഗവാനെ, നന്ദി, മഹത്വം എന്ന് മനസ്സിൽ പറയുക. എന്നിട്ട് തല തോർത്തുക, വലതുകാലം വെച്ചിറങ്ങുക. നാളെ നിങ്ങൾ ചെയ്യുക. പിന്നെ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. കുളിച്ചീറനോടെ വസ്ത്രമുടുത്ത് കുളിമുറയെന്നു. അപ്പം കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കാരണം, ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് കാരണം. കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കാരണം, ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. കാരണം കുളിമുറിയിലെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാനാണ്. അപ്പോൾ ദിവസവും രാവിലെ കുളിച്ചീറനോടെ വസ്ത്രമുടുത്ത് കുളിമുറയിൽ നിന്ന് ഓം നമോ നാരായണായ 3 തവണ ജപിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ 3 തവണ ജപിക്കുക. വാഗൊണ്ട് ജപിക്കണം. പ്രാർത്ഥിക്കുന്ന മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള അഖില പിതൃക്കൾക്കും, എന്ന് വെച്ചാൽ അഖിലം എന്ന് വെച്ചാൽ എല്ലാ പിതൃക്കൾക്കും വിഷ്ണുപാദത്തിൽ സായുജ്യം നൽകുമാറാകണേ ഭഗവാനെ അപേക്ഷിക്കുക. അങ്ങനെ ചെയ്യാവുള്ളൂ. ഭഗവാന് നന്ദി, മഹത്വം. അത് നൽകിയതായിട്ട് തന്നെ വിചാരിച്ചു ഭഗവാന് നന്ദി, മഹത്വം പറയുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക, വലതുകാല് വെച്ചിറങ്ങുക. നിത്യേന ചെയ്യുക. ഇത് ചെയ്തിട്ട് തല തോർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധികളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഇത് നിങ്ങൾക്ക് എന്നും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. എന്നും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ എപ്പോൾ നമ്മൾ പണം കയ്യിൽ കിട്ടിയാലും, പണം കൊടുക്കുമ്പോഴും, നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴും, കയ്യിൽ പണം വരുമ്പോഴും എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം, ഈശ്വര ഇത് എൻ്റെ അല്ല, നിൻ്റെയാണത്. എനിക്ക് ഇതിന് സാധിച്ചതിന്, അത് പണം കിട്ടാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും സാധിച്ചതിന് ഈശ്വര നിനക്ക് നന്ദി, മഹത്വം എന്ന് മനസ്സിൽ പറയുക. ആദ്യം പറയേണ്ടത് എങ്ങനെയാണ്? ഈശ്വര ഇതെല്ലാം എൻ്റെ അല്ല, നിൻ്റെയാണ്. ഇത്
ഇതിനെല്ലാം ഈശ്വര നിനക്ക് നന്ദി എന്ന് മനസ്സിൽ പറഞ്ഞാലും മതി. എന്നിട്ട് പണം കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അത് വർദ്ധിച്ചു വരും. നിങ്ങൾ ചെയ്തു നോക്കിക്കോ. ഇത്തരം പുണ്യമായ കാര്യങ്ങളല്ല ഇന്ന് പറയുന്നതിൻ്റെ കാര്യം. നിങ്ങൾ കുറെ പുണ്യം സമ്പാദിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ പിതൃബലിയെക്കുറിച്ച് കേട്ടപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറേ നന്മകളുണ്ടായി, മനസ്സ് ശുദ്ധീകരിച്ചു. പിന്നെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ വരാൻ തുടങ്ങി. ഇനി പിതൃബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു പുണ്യം നേടുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഞാനൊരു പയ്യനെ ഇന്ന് രാവിലെ കണ്ടു. അപ്പം എനിക്കറിയാവുന്ന ഒരു പയ്യനാണ്. അപ്പം അവനെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തതാണ്. എല്ലാ ബിസിനസ്സും പൂർണ്ണമാകത്തില്ല, അതിനു മുമ്പ് അത് പ്രശ്നങ്ങളാണ്. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു, ഒന്നും മുഴുമിപ്പിക്കത്തില്ല, അല്ലെ അതിനെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ അങ്ങനെ അവൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ആ പയ്യനെ അറിയാം. നല്ല പയ്യനാ, മിടുക്കനാ. അവനെ ചീത്ത സ്വഭാവം ഒന്നുമില്ല, വീടിന് വേണ്ടി ജീവിക്കുന്നവനാ. വലിയ 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 കാശ് മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനുമാണ്. പക്ഷെ എല്ലാത്തിലും മുഴുമിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും കുറെ പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇന്ന് അവനോട് ചോദിച്ചു രാവിലെ, മോനെ നാളെ ബലി ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഇന്നേ വരെ ഞാൻ ബലി ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഇവനെ ഒന്നും മുഴുമിപ്പിക്കാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. പിതൃപ്രീതിയില്ല. ഞാൻ പറഞ്ഞു, മോനെ നാളെ ബലി ഇടണം. ഒരു 3 വർഷം ബലിയിട്ട്, ഇപ്പോൾ വർഷത്തിൽ ഒന്ന് വീതം 3 വർഷമൊക്കെ ബലിയിട്ടാൻ തുടങ്ങിക്കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ മാറ്റം വരും. ചിലർക്ക് 2-3 തവണ ബലി ഇടുമ്പോഴാണ് നല്ലതായിട്ട് മാറ്റം വരുന്നത്. നാളെ ബലി ഇടണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് മനസ്സിലായി ഇവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇവനൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം എന്നാൽ പൈസ വരുന്നുണ്ട്, കയ്യിലൊന്നും നിലനിൽക്കുന്നില്ല, പല ബിസിനസ്സുകൾ ചെയ്യുന്നു, പലതും നഷ്ടങ്ങൾ. ഇവൻ എത്ര ശ്രദ്ധ ചെയ്താലും നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. ഒരുപാട് ബിസിനസ്സുകൾ, വലിയ ബിസിനസ്സുകൾ, സാമാന്യം നല്ല ബിസിനസ്സുകൾ തന്നെ. അവന് നല്ല പയ്യനുമാണ്, നല്ല ആത്മാർത്ഥമുള്ളവനാണ്, അവൻ്റെ ചീത്ത സ്വഭാവമൊന്നുമില്ല, നല്ല കഷ്ടപ്പെടുന്നവനാണ്. പക്ഷെ ഒന്നും മുഴുമിപ്പിക്കാറില്ല, എല്ലാം പ്രശ്നങ്ങളായിട്ട് വരുവാണ്. അതാണ് ഈ പിതൃപ്രീതി ഇല്ലായുള്ളൊരു കുഴപ്പം. ഇതാണ്. കഴിവുണ്ടായിക്കോട്ടെ, അധ്വാനിച്ചോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു കാര്യം ശരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ശരിയാകും. അപ്പം പിതൃബലി എല്ലാവരും ഇട്ട ശേഷം ഞാനീ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ ആവർത്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ദൈവകൃപയും ഈശ്വരകൃപയും ഉണ്ടായി വരും. ഇനിയും നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം, അതുകൂടെ പറഞ്ഞു തന്നിച്ച് നിർത്താം. അതായത് നമ്മളെപ്പോഴും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ ജോലി കഴിയുമ്പോൾ ഇച്ചിരി സന്തോഷമായിട്ടിരിക്കാം എന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. നിങ്ങൾ ഏത് ജോലി ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ സന്തോഷം അനുഭവിക്കുക. നിങ്ങൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും മനസ്സുകൊണ്ട് അറിയുക. നിങ്ങൾ ആ ചെയ്യുന്ന ജോലിയിൽ മനസ്സുകൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട് തൊടുക. നിങ്ങൾ ആ സന്തോഷം അനുഭവിക്കുക ആ ചെയ്യുന്ന നിമിഷം തന്നെ. അതാണ് ശരിക്കും ജീവിതം. അല്ലാതെ ഇത് കഴിഞ്ഞ് സന്തോഷിക്കാം, അത് കഴിഞ്ഞ് സന്തോഷിക്കാം, അങ്ങനെ ഒരു അവസ്ഥയില്ല. ഓരോ നിമിഷവും നിങ്ങൾ അനുഭവിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇപ്പം നമുക്ക് പല പരാജയങ്ങളും പറ്റും, അതിനെ നമ്മൾ സ്വീകരിക്കുക. എല്ലാ സമയവും എല്ലാവർക്കും വിജയങ്ങൾ വരണമെന്നില്ല. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തെറ്റും, പല പരാജയങ്ങൾ വരും. അതിനെ ഞാൻ അംഗീകരിക്കുന്നു മനസ്സുകൊണ്ട് പറയുക. അപ്പോഴാണ് ആ നിമിഷത്തെ അംഗീകരിക്കുന്നത്. ഓരോ നിമിഷങ്ങളും പുതിയതാണ്, പുതിയ നിമിഷങ്ങളാണ്. നമ്മുടെ പഴയ കാലത്തെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചാണ് ഈ ഓരോ നിമിഷങ്ങളും കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങൾ ഒന്നും അനുഭവിക്കാൻ പറ്റാത്തത്. പഴയ കാലത്ത് ഏതോ പരാജയങ്ങൾ നടന്നത് ആ ചിന്ത കൊണ്ടാണ്. നമ്മൾ ഓരോ നിമിഷത്തെ നോക്കുന്നതുകൊണ്ടാണ് നമുക്കതൊന്നും പുതുമയില്ലാതെ തോന്നുന്നത്. ഓരോ നിമിഷങ്ങളും പുതിയതാണ്. ആ പുതിയ നിമിഷങ്ങളെ, ഓരോ നിമിഷങ്ങളെ അനുഭവിക്കുക. നമുക്കൊരു സന്തോഷം ഉണ്ടായാലും അത് സന്തോഷിക്കുക, ഒരു പരാജയം ഉണ്ടായാലും അത് സ്വീകരിക്കുക. നമുക്ക് ഇപ്പം എല്ലാ സമയങ്ങളും നമുക്ക് വിജയങ്ങളാകണമെന്നില്ല. പറഞ്ഞാൽ മനസ്സിലായില്ല. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കണമെന്നില്ല. ചില മനസ്സിന് വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. മനസ്സുകൊണ്ട് പറയുക, ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. മനസ്സ് അതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, അതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോഴാണ് മനസ്സിൽ പ്രശ്നം തലപൊക്കി സ്വൈര്യം കിട്ടത്തില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായി, ഞാൻ അതിനെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരുത്താനുള്ള ശ്രമം ആരംഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. ഓരോ നിമിഷവും ആ നിമിഷത്തെ അനുഭവിക്കുക. അത് നല്ലതാണേലും ചീത്തയാണേലും അതെന്താണോ ആ രീതിയിൽ ആ നിമിഷത്തെ അക്സെപ്റ്റ് ചെയ്യുക. അപാരമായ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ചെയ്തു നോക്കുക. ഓരോ നിമിഷത്തിലും സന്തോഷമായിരിക്കുക. ആ നിമിഷത്തെ സ്വീകരിക്കുക. നല്ലതാണേലും സ്വീകരിക്കുക, മോശമാണേലും സ്വീകരിക്കുക. സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്നും ആ ദൈവാനുഗ്രഹം ഉണ്ടായി വരും.
അപ്പം എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. എന്നാലാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ബലി ഇടുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പല അറിവുകൾ കാണും അല്ലേ? ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതും പലര് പറഞ്ഞു കേട്ടതും അവിടെ കേട്ടതും ഇവിടെ കേട്ടതും ഒരുപാട് അറിവുകൾ നമ്മുടെ ഉള്ളിൽ കാണും. ഈ അറിവെല്ലാം ബലി ഇടുന്നതിന് മുമ്പ് അങ്ങ് എടുത്ത് കളയണം, മനസ്സിൽ നിന്ന് കളയുക. ബലി ഇടുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ പാദം മനസ്സുകൊണ്ട് വന്നിക്കുക. അദ്ദേഹം ഗുരുവാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് മാത്രം കേൾക്കുക. അതാണ് അവിടുത്തെ ശരി. അങ്ങനെ ബലിയിടുക. ബലിയിട്ട് കഴിഞ്ഞും ആചാര്യന്റെ പാദത്തെ മനസ്സുകൊണ്ട് വന്നിക്കുക. ഗുരുത്വം ഉണ്ടായാൽ അത് ശരിയാവും. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ബലിയിടുക. നമുക്ക് ഒരുപാട് അറിവുകൾ കാണും, അതൊക്കെ അങ്ങ് കളയുക. അല്ലെ നമ്മുടെ മനസ്സിൽ സംശയം വരരുത്. അയ്യോ അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്, അല്ലെ ആ വീഡിയോ പറഞ്ഞ ഇങ്ങനെയാണ്, ഈ വീഡിയോ ഞാൻ ഇത് ചെയ്ത് ശരിയായോ, അത് ചെയ്ത് ശരിയായോ, ഒന്നും ചിന്തിക്കരുത്. ആ ആചാര്യൻ എന്തു പറയുന്നോ അത് ശിരസാ വഹിച്ചു ചെയ്യുക. ഗുരുത്വം ഉണ്ടാകുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത്. ഇതിന് ബലിക്ക് ഒരു മണിക്കൂർ മുമ്പെങ്കിലും സംസാരം കഴിയുന്നു അങ്ങ് നിർത്തണം. ആവശ്യത്തിന് സംസാരിക്കുക, അതിൽ തെറ്റില്ല. കഴിയുന്ന സംസാരം നിർത്തുക. മനസ്സിലൊരു മൗനം ഉണ്ടാക്കുക. ഈ മൗനം ആണ് ഈശ്വരൻ, മൗനമാണ് ബ്രഹ്മം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയോ ബലിയിടുന്നോ ഒക്കെ പെട്ടെന്ന് ഫലം ഉണ്ടാവും. ഇല്ല ചുമ്മാ ഈ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ആവശ്യത്തിന് സംസാരിച്ചു, പക്ഷെ എന്നാലും കഴിവതും കുറയ്ക്കുക. ബലി ഇടുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും. കാരണം നമ്മൾ ആ ഇടുന്ന ആ പ്രാർത്ഥന, അല്ലെ ബലി ഇടുമ്പോഴുള്ള പ്രാർത്ഥന പരിപൂർണമാകാൻ അത് ഉപകരിക്കും. മൗനത്തിന് വലിയ ശക്തിയുണ്ട്. ഋഷിമാരും മഹർഷിമാരും ഒക്കെ എപ്പോഴും മൗനത്തിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? മൗനത്തിന് വലിയ ശക്തിയാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്താലും അത് ഫലം ഉണ്ടാവും. മൗനത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയ. അപ്പൊ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അമ്പലത്തിൽ ചെന്നിട്ട് ഈ രസീത് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ മൗനത്തിൽ ഇരിക്കണമെന്നല്ല പറഞ്ഞു. അത് മറുപടി പറയണം, ആവശ്യത്തിന് മറുപടി പറയണം. ചുമ്മാ ഈ വളവളവളാന്ന് സംസാരിക്കരുത്. അവരെ കണ്ടു ഇവരെ കണ്ടു പരിചയക്കാരെ കണ്ടു ബലി ഇട്ടിട്ട് സംസാരിച്ചു. ബലി ഇടുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും കഴിവതും മൗനം പാലിക്കുക. ഇനി അത്യാവശ്യം സംസാരിക്കാം. അങ്ങനെ നിങ്ങളൊന്ന് ബലിയിട്ട് നോക്കിയേ. ഇപ്പം എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഇത് പിതൃബലിയെക്കുറിച്ചുള്ള 3ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഒരുപാട് വായിട്ട് അലച്ചു ഇതിനു വേണ്ടി. അത് എന്തിനാണെന്നറിയോ? വർഷത്തിലൊന്നാണ് വരുന്നത്. ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.